വ്യത്യസ്തമായ ദിവ്യകാരുണ്യ അനുഭവങ്ങൾ. ഇത് CMI സഭയുടെ തൃശൂർ ദേവമാതാ പ്രൊവിൻസ് അംഗം ഫാദർ ജോയൽ ചിറമേൽ CMI. ദിവ്യകാരുണ്യനാഥൻ കരം പിടിച്ചു നയിക്കുന്ന അനുഭവങ്ങൾ ജോയലച്ചൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. എൻ്റെ പേര് ഫാദർ ജോയൽ ചിറമേൽ CMI സന്യാസ സമൂഹത്തിലെ തൃശൂർ ദേവമാതാ പ്രവിശ്യയിലെ അംഗമാണ് ഞാൻ. കഴിഞ്ഞ 2023 ഡിസംബർ 28 എൻ്റെ തിരുപ്പട്ടം. എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ പാവർട്ടി ഇടവകയിലാണ്. എൻ്റെ വീട്ടിൽ അപ്പച്ചനുണ്ട്, അമ്മയുണ്ട്, അനിയനും അനിയത്തിയുണ്ട്. എൻ്റെ അനുജനും തൃശ്ശൂർ രൂപതയ്ക്ക് വേണ്ടി വൈദിക പട്ടം സ്വീകരിക്കാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ തിരുപ്പട്ടം സ്വീകരിച്ച ദിവസം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരാഗ്രഹമായിരുന്നു, എൻ്റെ ആദ്യ കുർബാന സ്വീകരിച്ച ദിവസം തന്നെ തിരുപ്പട്ടം സ്വീകരിക്കണമെന്ന്. ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ യാദൃശ്ചികമായിട്ട് കർത്താവിൻ്റെ പരിപാലനയിൽ എൻ്റെ തിരുപ്പട്ടം നടന്നത് എൻ്റെ ദിവ്യകാരുണ്യ സ്വീകരണം കഴിഞ്ഞ് കൃത്യം 20 കൊല്ലം കഴിഞ്ഞ് അതേ അൾത്താരയിൽ അതേ സമയത്ത് വെച്ച് തന്നെയാണ്. ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നോടുള്ള സ്നേഹം വ്യക്തമാകുന്ന അനുഭവമാകുന്ന ഒരു സംഭവമായി ഞാൻ അതിനെ കണക്കാക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഈ കുറച്ച് സമയം എൻ്റെ ജീവിതത്തിലെ ദിവ്യകാരുണ്യ യേശു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച്, ഞാനും ദിവ്യകാരുണ്യ യേശുവുമായുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി തന്നെ എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു കൊള്ളട്ടെ. ദിവ്യകാരുണ്യ യേശുവായുള്ള ബന്ധമാണ് ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഒരു പുരോഹിത പട്ടം സ്വീകരിച്ച് വൈദികനായി നിങ്ങളോട് സംസാരിക്കാനായി ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത്. എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ വൈദികനാകാനുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്ന സിസ്റ്റർ അൽഫോൺസ CMC. ഒരു ദിവസം ഞാൻ വരാന്തയിലൂടെ നടക്കുകയായിരുന്നു. വരാന്തയിൽ നടക്കുമ്പോൾ സിസ്റ്റർ എന്നോട് ചോദിച്ചു, ജോയലെ, നിനക്ക് അച്ഛനാവാൻ ഇഷ്ടമാണോ? ആദ്യമായിട്ടാണ് എന്നോട് ഒരാൾ ചോദിക്കണത്. ഞാനൊന്ന് ആലോചിച്ചിട്ടും കൂടി ഉണ്ടായിരുന്നില്ല. അന്ന് സിസ്റ്ററോട് ഞാൻ പറഞ്ഞ, സിസ്റ്ററെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാനത് വിട്ടു. പക്ഷേ സിസ്റ്റർ അത് വിട്ടില്ല. എന്നോട് ഇടയ്ക്കിടയ്ക്ക് സിസ്റ്റർ ഓർമ്മിപ്പിക്കാൻ തുടങ്ങി. ഇന്നിപ്പോൾ പട്ടം സ്വീകരിച്ച് ഇവിടെ ആയിരിക്കുമ്പോൾ കുറച്ച് ദിവസം മുമ്പ് തന്നെ ഞാനും സിസ്റ്ററോട് സംസാരിച്ചിരുന്നു. ആ സിസ്റ്റർ എൻ്റെ ഉള്ളിൽ ദൈവവിളിയോടുള്ള ഒരു ആഗ്രഹം ജനിപ്പിച്ചു. എനിക്ക് കർത്താവ് അതിനൊരു വിത്തിട്ട് തന്നു എന്ന് വളരെ സന്തോഷത്തോടെ എനിക്ക് പറയാനായിട്ട് സാധിക്കും. എന്നിരുന്നാൽ തന്നെയും എപ്പോൾ വൈദികനാകാൻ ചേരണം, എവിടെ ചേരണം എന്നതിനെ കുറിച്ച് ഒരു വ്യക്തമായൊരു ബോധ്യമോ കാഴ്ചപ്പാടോ എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ സെമിനാരി ചേരണമെന്ന് ആഗ്രഹിച്ചു, ശങ്കിച്ചു. ഞാൻ ചേർന്നില്ല. +2 കഴിഞ്ഞിട്ടും ഒരു ആഗ്രഹം ഉള്ളിലുണ്ട്, എന്നാൽ ഒരു ധൈര്യമോ ബോധ്യമോ ഇല്ലാത്തത് കൊണ്ട് ഞാൻ സെമിനാരിയിൽ ചേർന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ എൻ്റെ ഡിഗ്രി പഠനത്തിനായിട്ട് എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജിൽ ചേരുന്നത്. ഞാൻ BSc മാത്തമാറ്റിക്സ് ആണ് പഠിച്ചത്. അവിടെ ചേരുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം, ഞാൻ എന്ത് ജീവിതാന്തസ്ത് തിരഞ്ഞെടുക്കണം എന്നതിനെ കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാട് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹവും പ്രാർത്ഥനയുമായിട്ടാണ് ഞാൻ എൻ്റെ ഡിഗ്രി പഠനത്തിനായിട്ട് കോളേജിൽ ചേരുന്നത്. പഠനത്തിലെ മികവ് പുലർത്തുമ്പോൾ തന്നെ എൻ്റെ പ്രധാനപ്പെട്ട ശ്രദ്ധ ഈ ചോദ്യത്തിലേക്കായിരുന്നു, കർത്താവേ, ഞാൻ എവിടേക്കാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിൽ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് ക്ലാസ് ഇല്ലാത്ത സമയങ്ങളിൽ, മുടക്കു ദിവസങ്ങളിൽ, കോളേജിൽ സ്ട്രൈക്കൊക്കെ വരുന്ന സമയങ്ങളിലൊക്കെ അവിടെ അടുത്തുള്ള ആശ്രമത്തിന്റെ ചാപ്പലിൽ, ദേവാലയത്തിൽ ഒത്തിരിയേറെ സമയം ഇരിക്കാനായിട്ട് കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. അത് എൻ്റെ ഒരു യോഗ്യത കൊണ്ടല്ല, ദിവ്യകാരുണ്യ യേശു തൻ്റെ അടുത്തേക്ക് എന്നെ വിളിച്ചതാണ്. അതുകൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും മണിക്കൂറുകളോളം കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ, സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കർത്താവിനെ അനുഗ്രഹിച്ചു. ഇന്നത് ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. അത്രയേറെ സമയം ഇന്ന് ഇരിക്കാനായിട്ട് പലപ്പോഴും എനിക്ക് സാധിക്കുന്നില്ല. തിരക്കിനിടയ്ക്കും അസ്വസ്ഥതകൾക്കിടയ്ക്കും ഇത്ര സമയം നീണ്ട സമയം ഇരിക്കുമ്പോൾ അസ്വസ്ഥതയാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. എന്നാൽ അന്ന് അത്രയധികം സമയം, മണിക്കൂറുകളോളം കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ കർത്താവിനെ അനുഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അതിൻ്റെ സന്തോഷം തിരിച്ചറിഞ്ഞത്. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നതിൻ്റെ സന്തോഷം. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, തന്നോട് കൂടെ ആയിരിക്കാൻ ആണ് യേശു ശിഷ്യന്മാർ വിളിച്ചത്. അപ്പോൾ ഒരു ക്രിസ്ത്യാനി, ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ യേശു ഒന്നാമതായി ആഗ്രഹിക്കുന്നത് അവിടുത്തെ കൂടെ ആയിരിക്കാനാണ്. അങ്ങനെ ആയിരിക്കുന്ന സമയത്തുള്ള സന്തോഷം അത് ഇരിക്കുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഇരുന്നാലേ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, നമ്മൾ കർത്താവിൻ്റെ അടുത്തുനിന്ന് പോയി ഇരുന്നിട്ടുണ്ടോ? ഇരുന്നാലേ അതിൻ്റെ സന്തോഷം മനസ്സിലാകുള്ളൂ. പായസം കുടിച്ചാലേ പായസത്തിൻ്റെ രുചി അറിയുള്ളൂ
എന്നൊക്കെ പറയുന്ന പോലെ ഞാനെന്നാ ആരും പറഞ്ഞിട്ടോ നിർബന്ധിച്ചിട്ടോ അല്ല, എൻ്റെ മനസ്സിൽ ഇരിക്കാനായിട്ട് കർത്താവ് പ്രചോദിപ്പിച്ചു. അങ്ങനെ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നു. എനിക്ക് ഒത്തിരിയേറെ മനസ്സിൽ സന്തോഷവും സംതൃപ്തിയും തന്ന സമയങ്ങളായിരുന്നു. ഒരിക്കലും ഇതുപോലെ ഞാൻ കുറച്ച് സമയം പള്ളിയകത്തിരുന്നപ്പോൾ മനസ്സിൽ ഒത്തിരിയേറെ സന്തോഷം വന്ന് മുഖത്ത് ഞാൻ അറിയാതെ തന്നെ ചിരിച്ചുകൊണ്ട് ഞാൻ കോളേജിന്റെ വരാന്തയിലൂടെ നടക്കുകയാണ്. അപ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾ എന്നെ നോക്കുന്നുണ്ട്. ദേ ജോയിൽ ഒറ്റയ്ക്ക് തിരിച്ചു നടന്നു വരുന്നു. അവർ ചോദിച്ചു, ഏത് ഡാവാടാ നിന്നോട് നിന്ന് സംസാരിച്ചത്? അവർ വിചാരിച്ചു ഞാൻ ആരുടെയൊക്കെ സംസാരിച്ച് സ്നേഹത്തിന്റെ പേരിൽ ചിരിക്കണതാണ്. പക്ഷെ അത് ശരിയായിരുന്നു. ഞാൻ കർത്താവിനോട് സംസാരിച്ച ആ സ്നേഹത്തിന്റെ സന്തോഷത്തിൽ ഞാൻ ചിരിച്ചു നടക്കുകയാണ്, ഞാൻ പോലും അറിയാതെ തന്നെ. സ്നേഹമുള്ളവരെ, കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാനായിട്ട് അന്ന് എന്നെ കർത്താവ് അനുഗ്രഹിച്ചു. അന്ന് എന്നെ സ്പർശിച്ച തിരുവചന ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യം. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ബാക്കി എല്ലാവരും പറയുന്ന വാക്കുകൾക്ക് പ്രത്യക്ഷത്തിൽ ആത്മാവും ജീവനുള്ള പോലെ തോന്നുമെങ്കിലും യേശു പറഞ്ഞ വാക്കുകൾക്കാണ് ആത്മാവും ജീവനുള്ളത്. അന്ന് തിരുവചനത്തിന്റെ ഭംഗി ആസ്വദിക്കാനൊക്കെ കർത്താവിനെ അനുഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ മനസ്സിൽ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലല്ലോ എന്നുള്ള അസ്വസ്ഥത എന്നെ കൊണ്ടു നടന്നത്. ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, സെക്കൻഡ് ഇയർ കഴിഞ്ഞു, തേർഡ് ഇയർ ആകുമ്പോഴത്തേക്കും ഒരു ബോധ്യവും കാഴ്ചപ്പാടും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡിഗ്രി തേർഡ് ഇയർ ആയപ്പോൾ ഞാൻ കർത്താവിനെ പ്രാർത്ഥിച്ചത്, കർത്താവേ ഒരു വഴി എനിക്ക് കാണിച്ചതായോ. പുരോഹിത പട്ടത്തിലേക്കാണെങ്കിൽ സന്യാസ ജീവിതത്തിലേക്കാണെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ബോധ്യം തായോ. അല്ല, ഈ ലോകത്തിലെ സാധാരണക്കാരനാണ് ജീവിക്കേണ്ടതെങ്കിൽ അതിനും എനിക്ക് വ്യക്തമായ കാഴ്ചപ്പാട് തായോ കർത്താവേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. 3 വർഷത്തോളം എടുത്തു അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു ഉത്തരം കിട്ടാനായി. പ്രത്യേകിച്ച് ഡിഗ്രി തേർഡ് ഇയർ അവസാനം മാർച്ച് മാസത്തില് ഞാൻ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഡിഗ്രി കഴിയാറായി, ഇനി ഞാൻ എന്ത് ചെയ്യണം? സെമിനാരിൽ ചേരാനായിട്ട് വ്യക്തമായ ബോധ്യം കർത്താവെ തരണമേ, അല്ലെങ്കിൽ ഞാൻ എന്ത് വഴിയാണ് തെരഞ്ഞെടുക്കേണ്ടത്? കർത്താവെ എനിക്ക് വ്യക്തമായ ബോധ്യം തരണമെന്ന പ്രാർത്ഥനയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കുറെ സമയം പള്ളിയായിട്ട് ഇരിക്കുമ്പോൾ കർത്താവിന്റെ മനസ്സിൽ ഒരു സ്വരം കേൾപ്പിക്കാനിടയായി. ഞാൻ നിന്റെ അപ്പച്ചനല്ലേ? ആ സ്വരം അത് ഞാനൊന്ന് ആ ചാപ്പലിലൊക്കെ ഒന്ന് ചുറ്റിത്തിരിഞ്ഞു നോക്കി, ആരെങ്കിലും അവിടെ ഉണ്ടോ? ആരും ഇല്ല. പക്ഷെ ആ സ്വരം വളരെ വ്യക്തമായിരുന്നു, ഞാൻ നിന്റെ അപ്പച്ചനല്ലേ എന്നുള്ള ഒരു സ്വരം. അത് കേട്ടതിൽ പിന്നെ എൻ്റെ മനസ്സിൽ ഒത്തിരിയേറെ സന്തോഷം നിറയാനായിട്ട് തുടങ്ങി. ഞാൻ ഒരു പ്രാർത്ഥന കേട്ടതിൻ്റെ സന്തോഷത്തേക്കാൾ ഉപരി മനസ്സിൽ തന്നെ എന്തോ ഒരു സന്തോഷം, വളരെ നല്ല സന്തോഷം, വ്യക്തത, തെളിച്ചം. എനിക്കറിയില്ല എങ്ങനെയാണെന്ന് ആ അനുഭവം. പക്ഷെ ആ അനുഭവം എൻ്റെ മനസ്സിൽ ഇപ്പോൾ മായാതെ നിൽക്കുകയാണ്. ആ അനുഭവത്തിന് ശേഷം പിറ്റേ ദിവസം ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കൊരു വ്യക്തമായൊരു ബോധ്യം തരണമേ. അപ്പോഴും ഈ മനസ്സിൽ ഈ സ്വരം വീണ്ടും അലയടിക്കാൻ തുടങ്ങി, ഞാൻ നിന്റെ അപ്പച്ചനല്ലേ? കർത്താവ് എനിക്ക് തോന്നുന്നു ആ വാക്ക് തെരഞ്ഞെടുത്തത് എൻ്റെ വിഷമം കണ്ടിട്ട് തന്നെയാണ്. കാരണം സെമിനാരിയിൽ ചേരാനായിട്ടുള്ള എൻ്റെ പ്രധാനപ്പെട്ട വിഷമം വീട്ടിൽ നിന്ന് മാറി നിൽക്കാനായിരുന്നു. അതുകൊണ്ട് കർത്താവ് എന്നോട് ബോധ്യപ്പെടുത്തുകയായിരുന്നു. കർത്താവ് പറയുകയായിരുന്നു, ഞാൻ നിന്റെ അപ്പച്ചനല്ലേ എന്നുള്ളത്. ആ ഒരു ബോധ്യം, ആ സ്വരം കേട്ടതിൽ പിന്നെ എൻ്റെ മനസ്സിലെ ഒത്തിരിയേറെ സന്തോഷം, സമാധാനം നിറയാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഞാൻ കർത്താവിനെ ഒന്ന് പരീക്ഷിക്കാനായിട്ട് ഇടയായി. അതായത് കർത്താവിനോട് ഞാൻ പറഞ്ഞു, ഞാൻ നിന്റെ അപ്പച്ചനല്ലേ എന്ന് പറയുന്നൊക്കെ ശരി തന്നെ, എന്നുള്ളതൊന്ന് തെളിയിച്ച് കാണിച്ചായോ? പ്രത്യേകിച്ച് ഞാനിപ്പോൾ പള്ളിയിലിരുന്ന് കുറെ സമയമായി, എന്നൊന്ന് ബസ് സ്റ്റോപ്പിലേക്ക് വിടാനായിട്ട് ഒരു വെള്ള അംബാസഡർ കാർ കൊണ്ടുവന്ന് തരാമോ? വെറുതെ ചോദിച്ചതാണ്. കാരണം ഓൾറെഡി ബസ് സ്റ്റോപ്പിലേക്ക് 2 കിലോമീറ്റർ നടക്കണം. അതുകൊണ്ട് കർത്താവിനോടൊന്നും ചോദിച്ചതാണ്. നല്ലൊരു അംബാസഡർ കാർ തന്നെ എനിക്ക് വേഗം വീട്ടിലെത്താം, അല്ലെങ്കിൽ ഞാൻ വൈകും. കർത്താവ് ആ പ്രാർത്ഥന കേട്ടു എന്നുള്ളതാണ്. ഞാൻ ചാപ്പലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ ചാപ്പലിന്റെ മുറ്റത്ത് ഇതാ ഒരു വെള്ള അംബാസഡർ കാർ അന്ന് വന്ന് കിടക്കുന്നു. എൻ്റെ കൂടെ 1-ാം ക്ലാസ്സിൽ പഠിച്ച എൻ്റെ ഒരു കൂട്ടുകാരൻ, ജോയലെ വന്ന് കയറണം, നമുക്ക് ഒരുമിച്ച് പോവാം. എന്നെ മനസ്സിൽ അത് എന്തെന്ന് ഞാൻ പറയാ, വളരെ സന്തോഷം. എന്നാൽ കർത്താവിനോട് ഇങ്ങനെ ചോദിച്ച് കർത്താവിനെ വേദനിപ്പിച്ചോ എന്നുള്ളൊരു വിഷമം രണ്ടും കൂടി ഒരുമിച്ച് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ അതിൽ പിന്നെ കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവേ ഇനി എനിക്കൊന്നും ചോദിക്കാനില്ല, അങ്ങനെ വിളിച്ചിരിക്കുന്നു എന്നുള്ളതിന് ഇതിലും വലിയ തെളിവോ ഇതിലും വലിയ അനുഭവമോ എനിക്കിനി ആവശ്യമില്ല. ആ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ കയ്യിൽ കർത്താവ് തന്നെ കൊണ്ടുവന്ന് തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യാദൃശ്ചികമായി എത്തിപ്പെട്ട വിശുദ്ധ അമ്മ ത്രേസ്യയുടെ സുഹൃത സരണി എന്നുള്ള പുസ്തകവും വിശുദ്ധ ചാവറ പിതാവിന്റെ രചനകളും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിൽ ആ രചനയിൽ ചാവറ പിതാവ് പറയുന്നത് എൻ്റെ മനസ്സിനെ സ്പർശിച്ചു. ചാവറ പിതാവ് പറയുന്നുണ്ട്, സിസ്റ്റേഴ്സിന് എഴുതിയ കത്തിൽ ചാവറ പിതാവ് പറയുന്നുണ്ട്, ഈശോ മിശിഹായുടെ സ്നേഹത്തിൽ പാർപ്പിൻ, തൻ്റെ അരികെ ഇരിപ്പിൻ, തന്നോട് കൂടെ നടപ്പിൻ, തന്നോടുകൂടെ എപ്പോഴും സംസാരിപ്പിൻ. ദിവ്യകാരുണ്യ യേശു എന്നെ അതിലേക്ക് വിളിക്കുകയായിരുന്നു. ദിവ്യകാരുണ്യ യേശുയുടെ കൂടെ ആയിരിക്കാൻ, കൂടെ ഒന്ന് ഇരിക്കാൻ, കൂടെ ഒന്ന് സംസാരിക്കാൻ, ദിവ്യകാരുണ്യ യേശുവിൻ്റെ കൂടെ
നടന്ന് ജീവിക്കാനായി. അതിൽ പിന്നെ എനിക്കൊരു സംശയം ഉണ്ടായിട്ടില്ല. യേശു എന്നെ വിളിച്ചിരിക്കുന്നു എന്നുള്ളതിൽ എനിക്കിനി തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വന്നില്ല. ഇന്ന് ആ വിളിക്ക് പ്രത്യുത്തരം നൽകി 11 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ എൻ്റെ വീടിനെ കുറിച്ച് ആകുലതകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് ഭംഗിയായി എൻ്റെ വീട് നോക്കുന്നു. ഒരു മൂത്തപുത്രൻ എന്ന നിലയിൽ എൻ്റെ അഭാവം എൻ്റെ വീടിന് ഒരു കോട്ടവും വരുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, വളരെ ഭംഗിയായി എല്ലാം കർത്താവ് നോക്കുന്നു. എൻ്റെ ജീവിതത്തിലെ ഇത്രയും വർഷങ്ങൾക്കിടയിൽ വൈദിക സെമിനാരി പരിശീലനത്തിനിടയിൽ ഒന്നിനും കർത്താവ് ഒരു കുറവും വരുത്തിയിട്ടില്ല. എൻ്റെ ഒരേ ഒരു സന്തോഷം ഇത് മാത്രമായിരുന്നു, കർത്താവിൻ്റെ സന്നിധിയിലിരിക്കാൻ കർത്താവ് എന്നെ വിളിച്ചല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, എന്താണ് ദിവ്യകാരുണ്യം? നമ്മൾ ഒത്തിരിയേറെ പേർക്ക് സംശയമുള്ള ചോദ്യമാണിത്. എന്താണ് ദിവ്യകാരുണ്യം? ഈ സംശയം നമുക്ക് മാത്രമല്ല, യേശുവിൻ്റെ ശിഷ്യന്മാർക്കും യേശുവിനെ കേട്ടിരുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും യേശു എത്ര തീക്ഷ്ണമായിട്ടാണ് ദിവ്യകാരുണ്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് എന്ന്. 6-ാം അധ്യായം ആരംഭിക്കുന്നത് യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തരാക്കുന്നതാണ്. അതിനുശേഷം യേശു കടലിന്റെ മുകളിലൂടെ നടക്കുന്നതാണ്. ഇതിനുശേഷം യേശു ദീർഘമായി വിശുദ്ധ കുർബാനയെ കുറിച്ച് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 6-ാം അധ്യായം 51-ാം വാക്യത്തിൽ യേശു നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു: സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പം ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. നോക്കി, ഈ വചനം നോക്കി. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഓരോ ദിവ്യ കുർബാനയെ സമയത്തും വിശുദ്ധ ബലിയുടെ സമയത്ത് യേശുവിന്റെ തിരുശരീരം എൻ്റെ കരങ്ങളിൽ ഉയർത്തുമ്പോൾ ഈ തിരുവചനം പലപ്പോഴും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് എന്നുള്ള തിരുവചനം. ഒരു പുരോഹിതന് ലഭിച്ചിരിക്കുന്ന ഭാഗ്യം പരിശുദ്ധ അമ്മ ഒരിക്കലാണ് യേശുവിനെ ലോകത്തിന് പ്രദാനം ചെയ്തത്. എന്നാൽ ഒരു പുരോഹിതൻ എന്നും യേശുവിനെ ലോകത്തിലേക്ക് പ്രദാനം ചെയ്യുകയാണ്. വിശുദ്ധ ചാവറ പിതാവ് ഇതിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് ധ്യാനസലാപങ്ങൾ എന്ന പുസ്തകത്തിൽ സംസാരിക്കുന്നുണ്ട്. ചാവറ പിതാവ് പറയുന്നുണ്ട്, സ്വർഗം തൻ്റെ സൃഷ്ടിയാണ്, എന്നാൽ അതിനേക്കാളും വലുതാണ് വിശുദ്ധ കുർബാന. ചാവറ പിതാവ് എങ്ങനെയാ പറയുന്നത്? സ്വർഗം അവിടുത്തെ സൃഷ്ടിയാണ്, എന്നാൽ അതിനേക്കാൾ വലുതാണ് വിശുദ്ധ കുർബാന. കാരണം വിശുദ്ധ കുർബാന അവിടുന്ന് തന്നെയാണ്. തീർത്തും ബലഹീനനായ ഒരു മനുഷ്യന്റെ കരങ്ങളിലേക്ക് കർത്താവ് എഴുന്നള്ളി വരുന്നു. അത് നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കാൻ വേണ്ടിയാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനി വിശുദ്ധ കുർബാനയുടെ തികഞ്ഞൊരു ഭക്തനായിരുന്നു. ആർസ് എന്ന ഇടവക ജോൺ മരിയ വിയാനി പുണ്യ ഭരമേൽപ്പിക്കുമ്പോൾ വളരെയധികം അധപതിച്ചു പോയിരുന്ന ഒരു ഇടവകയായിരുന്നു. എന്നാൽ ദിവസത്തിലെ ഒട്ടുമിക്ക സമയം മുഴുവനും മരിയ വിയാനി പുണ്യവാൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. 18 മണിക്കൂറോളം കുമ്പസാരക്കൂട്ടിൽ ചെലവഴിച്ചു. തൽഫലമായി എന്തുണ്ടായി? വിയാനി പുണ്യവാൻ വൈദികരുടെ മധ്യസ്ഥനായി. ആർസ് ഒരു തീർത്ഥകേന്ദ്രമായി മാറി. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതം ഈ ആർസ് എന്ന ഇടവക പോലെ ആയിരിക്കാം. താളം തെറ്റിക്കിടക്കുന്ന ജീവിതങ്ങൾ, അസ്വസ്ഥപ്പെടുന്ന ഒത്തിരിയേറെ വേദനകൾ, ചോദ്യങ്ങളൊക്കെ നമ്മെ അലട്ടുന്നുണ്ടായിരിക്കാം. എന്നാൽ വിയാനി പുണ്യവാൻ നമ്മളെ കാണിച്ചു തരുന്ന നല്ല മാതൃക വിശുദ്ധ കുർബാനയിൽ നമ്മൾ ചെലവഴിക്കുന്ന സമയത്തെ കുറിച്ചാണ്. ഞാൻ ഒരു ആശ്രമ ദേവാലയം, ഞങ്ങളുടെ പാവർട്ടിയിലുള്ള ആശ്രമ ദേവാലയത്തിന് മുന്നിലൂടെ നടന്നു പോവുകയായിരുന്നു. ആശ്രമ ദേവാലയത്തിന് മുമ്പിൽ ഒരു വാക്ക് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ: കം റെസ്റ്റ് എ വൈൽ.
വരിക, അല്പസമയം ഒന്ന് വിശ്രമിക്കുക. ആദ്യമായി ഞാൻ വാക്യം വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഒരു പരിഹാസം പോലെ എനിക്ക് തോന്നാനിടയായി. പള്ളിയുടെ മുമ്പിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? വരിക, വിശ്രമിക്കുക എന്ന് എഴുതി വെച്ചിരിക്കുന്നത് എന്തർത്ഥത്തിലാണ്? ഞാൻ സെമിനാരി ചേരുന്നതിന് മുമ്പാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഈ വരിയൊക്കെ എഴുതി വെക്കേണ്ടത് വല്ല ഹോട്ടലിന്റെ മുമ്പിലോ ജ്യൂസ് കടയുടെ മുമ്പിലോ ഒക്കെയാണ്. കാരണം വന്നൊന്ന് വിശ്രമിക്കാനായിട്ട്. പള്ളിയിൽ വന്ന് വിശ്രമിക്കുമ്പോൾ ആരാണ് നമുക്ക് ജ്യൂസ് കൊണ്ടുതരുന്നത്? ഒരു സിനിമാ തിയേറ്ററിൽ പോയി വിശ്രമിക്കാന്ന് പറഞ്ഞാൽ പിന്നെയും മനസ്സിലാക്കാം. പക്ഷെ ആ ചോദ്യം എന്നെ വീണ്ടും കർത്താവിലേക്കാണ് കൊണ്ടുപോയത്. സ്നേഹമുള്ളവരെ, നമ്മൾ എവിടെയാണ് ഒന്ന് വിശ്രമിക്കുന്നത്? നമ്മുടെ ഭാരം നമ്മൾ എവിടെയാണ് ഇറക്കി വെക്കുന്നത്? കർത്താവിന്റെ സന്നിധിയിൽ വന്ന് വിശ്രമിക്കാൻ സാധിക്കാത്തിടത്തോളം, കർത്താവിന്റെ സന്നിധിയിൽ ഇറക്കി വെക്കാൻ നമുക്ക് പറ്റാത്തിടത്തോളം കാലം നമ്മളും ആ ഭാരം കൊണ്ട് നടക്കുകയാണ്. നമ്മുടെ ദിവസത്തിലെ കുറച്ച് സമയം, നമ്മുടെ തിരക്കിനിടയിൽ കുറച്ച് സമയം കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇന്നത്തേക്ക് എൻ്റെ തിരുപ്പട്ടം കഴിഞ്ഞ് 442 ദിവസങ്ങളായി. ഇന്നത്തെ വിശുദ്ധ കുർബാന എൻ്റെ 654 വിശുദ്ധ കുർബാനയായിരുന്നു. എൻ്റെ യോഗ്യത കൊണ്ടല്ല, കർത്താവിന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ്. പലപ്പോഴും വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. കർത്താവെ, എന്തിനാണ് എന്നെ വിളിച്ചത്? ഇത്ര വലിയ ഭാഗ്യം എനിക്ക് തരാനായി എന്ത് യോഗ്യതയാണ് കർത്താവെ എനിക്കുള്ളത്? എന്നാലേ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, നിനക്ക് എൻ്റെ കൃപ മതി. കർത്താവിന്റെ കൃപ, കർത്താവിന്റെ കരുണ, കർത്താവിന്റെ സ്നേഹം, അതാണ് വിശുദ്ധ കുർബാന. ഒത്തിരിയേറെ പേരെന്നോട് സംസാരിച്ചിട്ടുണ്ട്, അച്ഛാ, കുർബാനയ്ക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഈ വിഷമം കൊണ്ടാണ് ഞാൻ വന്നത്, ഈ ഒരു ചോദ്യം വെച്ചിട്ടാണ് ഞാൻ വന്നത്, ഈ ഒരു അസുഖം വെച്ചിട്ടാണ് ഞാൻ വന്നത്. എന്നാൽ ഈ വിശുദ്ധ കുർബാന കഴിഞ്ഞു പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഒത്തിരിയേറെ സന്തോഷം കൊണ്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. പലപ്പോഴും അവർ പറയുന്ന ആ ഒരു മറുപടികളിൽ നിന്ന് എനിക്ക് ഒത്തിരിയേറെ സന്തോഷം ഉണ്ടായിട്ടുണ്ട്. യേശു എത്രമാത്രമാണ് ഒരു മനുഷ്യാത്മാവിനെ സ്നേഹിക്കുന്നത്, ഒരു മനുഷ്യ വ്യക്തിയെ സ്നേഹിക്കുന്നത്. നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ വേദനകളാണ് ഉള്ളത്, നമ്മുടെ വിഷമങ്ങളും ചോദ്യങ്ങളാണ് ഉള്ളത്. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ സ്നേഹത്തോടുകൂടെ അത് കർത്താവിന് മുമ്പിൽ നിന്ന് തുറന്നു വെക്കുമ്പോൾ, ദിവ്യകാരുണ്യ യേശുവിനെ നമ്മൾ അധരങ്ങളിൽ സ്വീകരിക്കുമ്പോൾ, കർത്താവ് ആ പ്രശ്നങ്ങളിലേക്ക് കടന്നു വരികയാണ്. ചിലപ്പോൾ പ്രശ്നങ്ങൾ മാറിപ്പോകുന്നില്ലെങ്കിലും ആ പ്രശ്നങ്ങൾ അതിജീവിക്കാനുള്ള ശക്തിയാണ് വിശുദ്ധ കുർബാന നമുക്ക് പ്രദാനം ചെയ്യുന്നത്. വിശുദ്ധ അമ്മ ത്രേസ്യ സുഹൃത സരണി എന്ന അമ്മ ത്രേസ്യ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കർത്താവിനോട് നമുക്ക് സംസാരിക്കാനായി ഏറ്റവും നല്ല സമയം എന്താണ്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കർത്താവിനോട് നമുക്ക് സംസാരിക്കാനായി ഏറ്റവും നല്ല സമയം എന്താണ്? സുഹൃത സരണി എന്ന പുസ്തകത്തിൽ വിശുദ്ധ അമ്മ ത്രേസ്യ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? യേശുവിനെ നമ്മൾ അധരങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള മണിക്കൂറാണ് യേശുവിനോട് സംസാരിക്കാനായി ഏറ്റവും സൗകര്യമുള്ള സമയം. കാരണം ലോക സൃഷ്ടാവായ ദൈവം വേഷപ്രച്ഛന്നനായിട്ടാണ് അപ്പത്തിൽ എഴുന്നള്ളിയിരിക്കുന്നത്. അവിടുത്തെ മഹത്വത്തെ താങ്ങുവാൻ ഒരു അപ്പത്തിന് സാധിക്കുമോ? എന്നാലേ ആ അപ്പത്തിനുള്ളിൽ മറഞ്ഞിരിക്കുവാൻ സാധിക്കുന്നതാണ് അവിടുത്തെ മഹത്വം. ഒരു രാജാവിനെ ചിലപ്പോൾ രാജാവിന്റെ പ്രൗഢിയോടുകൂടെ അടുത്തു ചെല്ലാനായി സാധാരണ പ്രജകൾക്ക് പേടിയായിരിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ അടുത്ത് ചെല്ലാനായി നമ്മൾക്കും പേടിയുണ്ടാകും. പരിശുദ്ധനായ ദൈവത്തിന്റെ അടുത്ത് ചെല്ലാനായി, ശക്തി തന്നെയായ ദൈവത്തിന്റെ അടുത്ത് ചെല്ലുവാനായി, സ്നേഹം തന്നെയായ ദൈവത്തിന് അടുത്ത് ചെല്ലുവാനായി സാധാരണ ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് പേടിയായിരിക്കും. അതുകൊണ്ടാണ് ദൈവം വേഷപ്രച്ഛന്നനായി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫാൻസി ഡ്രസ്സിലാണ് കർത്താവ് വിശുദ്ധ കുർബാനയിലൂടെ കടന്നു വരുന്നത്. കാരണം എല്ലാവരുടെയും അവിടത്തേക്ക് ചെല്ലാമല്ലോ, എല്ലാവർക്കും അവിടുത്തെ സ്വീകരിക്കാമല്ലോ. ഒരു വട്ട രൂപത്തിലുള്ള വെളുത്ത ഗോതമ്പ് അപ്പമാണ് അവിടുന്ന് തെരഞ്ഞെടുത്തത്. സ്നേഹമുള്ളവരെ, നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾ യേശുവിനെ കണ്ടുവോ? നമ്മൾ യേശുവിനെ സ്നേഹിച്ചുവോ? വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട ഒരു ചോദ്യമാണിത്: ഞാൻ യേശുവിനെ കണ്ടുവോ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിതാവായ ദൈവം നമ്മളെ കാണാനായി വിശുദ്ധ കുർബാനയായി കടന്നു വരുമ്പോൾ നമ്മൾ ആ അവസരം നഷ്ടപ്പെടുത്തരുത്. വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള ഒരു അവസരം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഒരു ദിവസത്തിൽ ഒന്നോ അതിലധികമോ തവണ നമുക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ സാഹചര്യമുള്ളപ്പോൾ നമ്മൾ വേറെ പല കാര്യങ്ങൾ ഓടുന്നതിനേക്കാൾ വളരെ നല്ലതാണ് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സമയം. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് എനിക്ക് 100% നിങ്ങൾക്ക് ഉറപ്പ് നൽകാനായിട്ട് സാധിക്കും. വിശുദ്ധ കുർബാനയുടെ അടുത്ത് ഇരുന്ന് ദീർഘസമയം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം പോലും വെറുതെയായി പോവുകയില്ല. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ ജീവിതം നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളാൽ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നതാണ്.
ഇന്ന് എന്നെ കേൾക്കുവാനായി നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ നിങ്ങളും ഒരു തീരുമാനം എടുത്തിട്ടാണ്. ഞാനിവിടെ ആയിരിക്കുമ്പോൾ ഞാനും ഒരു തീരുമാനം എടുത്തിട്ടാണ്. എന്നാൽ നമുക്ക് ചിന്തിച്ചു നോക്കാം, വിശുദ്ധ കുർബാനയുടെ അടുത്തിരുന്നിട്ടാണോ ഞാൻ തീരുമാനങ്ങൾ എടുക്കുന്നത്? എങ്ങനെയെങ്കിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പ് നൽകാനായിട്ട് സാധിക്കും, വിശുദ്ധ കുർബാനയുടെ അടുത്തിരുന്ന് ധ്യാനിച്ച് യേശുവിനോട് ആലോചന ചോദിച്ചെടുത്ത ഒരു തീരുമാനം പോലും നഷ്ടമായി പോവുകയില്ല, വെറുതെയായി പോവുകയില്ല. ആ ഒരു കാൽവെപ്പ് നമുക്ക് പാഴായി പോവുകയില്ല. സ്നേഹമുള്ളവരെ, കർത്താവ് ഇത്ര സ്നേഹത്തോടുകൂടെ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ ആ സ്നേഹം കണ്ടില്ല എന്ന് നടിക്കരുത്. ആ സ്നേഹത്തിനോട് സംസാരിച്ചില്ല എന്നുള്ള വിഷമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതിനായി നമുക്ക് ദിവ്യകാരുണ്യത്തിന്റെ സന്നിധിയിൽ കുറച്ചു സമയം ചെലവഴിക്കാം. വിശുദ്ധ കുർബാനയെ ഞാൻ സ്നേഹിക്കുവാനുള്ള, വിശുദ്ധ കുർബാനയുമായുള്ള ബന്ധം വളർത്തുവാനുള്ള കുറച്ച് ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായി ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ കുറച്ച് വചനങ്ങളും വിശുദ്ധ ചാവറ പിതാവിൻ്റെയും വിശുദ്ധ അമ്മ ത്രേസ്യായുടെയും വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാന്റെയും വാക്കുകളും ജീവിതവും വഴിയാണ് ദിവ്യകാരുണ്യമായുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുവാനായി ഇനിയുള്ള കുറച്ച് നിമിഷങ്ങളിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന യേശുക്കേ. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. ആരാധനയുടെ പുൻചിറകിൽ ആത്മാവിലറിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, 11 കൊല്ലം മുമ്പ് ഞാൻ കേട്ട ആ സ്വരം, ഞാൻ നിന്റെ അപ്പച്ചനല്ലേ എന്ന് ദിവ്യകാരുണ്യ യേശു എന്നോട് ചോദിച്ച ആ സ്വരം ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്നു. ഓരോ ദിവസവും വിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ എന്നെ കാത്തിരിക്കുന്ന കർത്താവിനെ ഞാൻ അവിടെ കണ്ടുമുട്ടുകയാണ്. ഞാൻ ജനിക്കുന്നതിന് മുൻപേ എന്നെ പേര് ചൊല്ലി വിളിച്ച കർത്താവിനെ, എൻ്റെ ജീവിത വഴികളിൽ ഞാൻ കാലിടറി പോകാതിരിക്കാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എന്നെ വിളിച്ചു കൊണ്ടുവന്ന കർത്താവിനെ ഞാൻ ഇന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ വിശുദ്ധ കുർബാന അർപ്പണ സമയത്തും ഓരോ സമയവും ദേവാലയത്തിൽ ചെലവഴിക്കുമ്പോഴും ഞാൻ എന്നെ സ്നേഹിക്കുന്ന അപ്പച്ചനെ കണ്ടുമുട്ടുന്നു. ഞാൻ വീട്ടിലായിരുന്നപ്പോൾ എൻ്റെ പപ്പയുടെ അമ്മയുടെ സ്നേഹം ആവോളം ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് തിരിച്ചറിയുകയാണ്, അവരിലൂടെ എന്നെ സ്നേഹിച്ചത് എൻ്റെ കർത്താവാണ്. അതുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കാനായി ഞാൻ ഈ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ കർത്താവ് ആ സ്നേഹം എനിക്ക് ധാരാളമായി തരുന്നു. മാത്രമല്ല, എന്നിലൂടെ ആ സ്നേഹം മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുന്നു എന്നുള്ളതിൽ ഞാൻ ഒത്തിരിയേറെ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. കർത്താവിന് ഞാൻ നന്ദി പറയുന്നു. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചിരിക്കുന്നത്. ആ ഒരു തിരുവചനം ഓരോ ദിവസവും ഓരോ വൈദികന്റെ ജീവിതത്തിലും പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിലും നിറവേറുന്നു എന്ന് ഞാൻ കാണുകയാണ്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, ആ സ്നേഹം അനുഭവിച്ചറിയുവാനായി കർത്താവ് തന്ന അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും വിശുദ്ധ കുർബാനയുടെ സന്നിധിയിലായിരിക്കുമ്പോഴും ആ സ്നേഹം അനുഭവിച്ചറിയുവാൻ ദിവ്യകാരുണ്യ ഈശോ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ. ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ. ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ
സ്നേഹമേ